മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപണം നിഷേധിച്ച മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ശസ്ത്രക്രിയ നടത്തേണ്ട ആവശ്യകതയും ഭവിഷ്യത്തും ബന്ധുക്കളോട് പറഞ്ഞിരുന്നെന്നും മനഃപൂർവ്വം പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. രോഗിക്ക് കാല് മുറിച്ച് മാറ്റേണ്ടി വരില്ലെന്ന് DMOയും വ്യക്തമാക്കി. ഞങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് അമ്മമ്മയ്ക്ക് കാലിന് വേദനയാണ് കാണിക്കാൻ പോയതായിരുന്നു. അതിൽ അവർ ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ECG റിപ്പോർട്ടും ഒക്കെ ഓക്കെ ചെയ്തിട്ട് അവിടുന്ന് ചെയ്യിപ്പിച്ചു. അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ്റെ ഡേറ്റ് തന്നുകൊണ്ട് 10-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഈ മാസം 10-ാം തീയതി അത് കഴിഞ്ഞിട്ട് അപ്പോൾ അഡ്മിറ്റായി ഓപ്പറേഷനൊക്കെ ചെയ്ത് വാടിക്ക് 11 മണിയായപ്പോൾ രാവിലെ മാറ്റി. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശി പാർവതി അമ്മയുടെ ചികിത്സയിൽ ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. വലത്തെ ഇടുപ്പിനാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയ നടത്തേണ്ട ആവശ്യകതയും ഭവിഷ്യത്തും ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. ICUവിൽ 3 മണിക്കൂർ നിരീക്ഷണം കഴിഞ്ഞ ശേഷമാണ് രോഗിയെ റൂമിലേക്ക് മാറ്റിയത്. മനഃപൂർവ്വം പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പാർവതിയുടെ കാൽ മുറിച്ചു മാറ്റേണ്ടി വരില്ലെന്ന് DMO വ്യക്തമാക്കി. കാലിന് ചലനം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും DMO. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കാലിന്റെ ശസ്ത്രക്രിയക്കെത്തിയ രോഗിയുടെ ഞരമ്പുകൾ മുറിച്ചു മാറ്റിയെന്നാണ് പാർവതി അമ്മയുടെ ബന്ധുക്കൾ പരാതി ഉന്നയിച്ചിരുന്നത്. ന്യൂസ് മലയാളം, മലപ്പുറം.